ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ്, ദ ഡെർമാക്കോൻ്റെ 5% വിറ്റാമിൻ സി ഓയിൽ ഫ്രീ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ. ഇത് നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിന് ഇത് ബെസ്റ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആക്കുന്നുണ്ട് സ്കിൻ. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിലി, ആ ഒരു ഓയിൽനെസ് കാണിക്കാണ്ട് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫോമുല എന്ന് പറയുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. സ്കിന്നിൽ അങ്ങനെ ഭയങ്കര സ്റ്റിക്കിനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല ഈ ഒരു മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് എന്തുകൊണ്ടും നല്ലതാണ്. അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ റോസ് വാട്ടർ ടോണർ വിത്ത് ഹൈലറോണിക് ആസിഡ്. ഇത് ഫ്രേഗ്രൻസ് ഫ്രീ ആണ് ഈ ടോണർ. പിന്നെ ഇത് നല്ലൊരു ഫ്രഷ്നെസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ പോഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഷ്രിങ്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത്. ഇപ്പോൾ യൂസ് ചെയ്ത് ഇത്രത്തോളം എത്തി ആ പ്രോഡക്റ്റ്. ഇതിൻ്റെ ബ്ലൂ ബോട്ടിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതും നല്ലതാണ്, ഇതും നല്ലതാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡേം ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ്. ഞാൻ തന്നെ കുറച്ച് ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഈ ബ്രാൻഡ് ക്ലെയിം ചെയ്യുന്ന പോലെ തന്നെ ഇത് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ ബ്രൈറ്റൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ ഒരു 3 വീക്സ് 4 വീക്സിനുള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു മാറ്റം ഫീൽ ചെയ്യും. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണിത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് റീക്വിലിൻ്റെ അൾട്രാ മാറ്റ് ഡ്രൈ ടച്ച് സൺസ്ക്രീൻ ജെല്ലാണ്. ഇത് SPF 50 PA++++ ഉണ്ട്. ഈ സൺസ്ക്രീനിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ടെക്സ്ചർ എന്ന് പറയുന്നത് ഇച്ചിരി ഫാർമസി പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചർ പോലെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പർച്ചേസ് ആയിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. സാധാരണ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിൻ ഇച്ചിരി ഡള്ളായ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഡള്ളാക്കാറില്ല നമ്മുടെ സ്കിൻ. പിന്നെ ഇത് ഇച്ചിരി എക്സ്പെൻസീവ് സൈഡാണ്. ഒരു 700 സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട്. ഇതൊരു 1 മന്ത് ഒക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ 3 ഫിംഗർ റൂളൊക്കെ അനുസരിച്ചാണ് നമ്മൾ തയ്ക്കുന്നതെങ്കിൽ നമുക്കിതൊരു 1 മന്ത് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഫറൊക്കെ വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പർച്ചേസ് ആയിരിക്കും.